ത്രില്ലറല്ല, റൊമാൻറ്റിക്കാ. തട്ടത്തിമറയത്തെ പെണ്ണേ കണ്ടേ. അവളിപ്പോഴേ ടേബിൾ ലാമ്പും കത്തിച്ച് എന്നാലോചിച്ചിരിക്കുകയായിരിക്കും. കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് വിഷ്വൽ ചെയ്യാം. ഇതാരാ? നാട്ടുകാരായിരിക്കും, അതോ വീട്ടുകാരോ? ഇനി ഒരു വഴിയുള്ളൂ. വണ്ടി എടുത്ത് പിന്നെ പറയാം. എടാ എന്താടാ ഇന്നെങ്കിലും കാര്യം പറ. അളിയാ, എടാ ഞാൻ അവൾക്ക് ലെറ്റർ കൊണ്ട് കൊടുക്കാൻ പോയില്ലേ, എന്നെ ആരും കണ്ടടാ, മോത്തിക്ക് വെട്ടടിച്ച് ഞാൻ പെട്ട്. അതായിരിക്കും. ഞാൻ പെട്ട്. നീ എന്തിനെപ്പോഴും ഫോണും ചെയ്ത് വെച്ചോണ്ടിരിക്കുന്നത്? അളിയ, സ്വന്തം നാട്ടിലെ കുട്ടിയുടെ വീട്ടിൽ പാതിരാത്രി ഇഷ്ടം പറയാൻ പോകുന്നത് സിനിമയിലൊക്കെ മാസായിരിക്കും, പക്ഷെ സ്വന്തം ജീവിതത്തിൽ റിസ്ക് ആണ്. നല്ല ഇടിയും കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ അടുത്ത് കോള് കണക്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. ഇനിയിപ്പോ അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ നമ്മൾ സ്കൂട്ടാവും. അപ്പൊ അവനോ? അവൻ പതുക്കെ അടിയൊക്കെ കൊണ്ടങ്ങ് വന്നോളും. താങ്ക് യു. അളിയോ, കിസ് അടിക്കുന്ന സൗണ്ട്. എടാ പോടാ, ഇഷ്ടം പറയുമ്പോ ഉമ്മയൊന്നും കിട്ടൂല. എടാ, അത് നിനക്ക് ഇപ്പോഴത്തെ പിള്ളേരെ പറ്റി അറിയാഞ്ഞിട്ടാണ്. ഇവരെ കൊണ്ടല്ല, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കിസ്സാണ്. എന്നിട്ട് നിനക്ക് എത്ര ഉമ്മ കിട്ടി? അവന് ഉമ്മ വെക്കാനുള്ള കഴിവൊക്കെ ഉണ്ടോ? ഇല്ല, അതിനുള്ള കഴിവ് അവനില്ല. എടാ, അല്ലെങ്കിലും ദൈവം ഏറിയാറാവുന്ന കയ്യിലോട്ട് വടിയെടുത്ത് വെച്ചു കൊടുക്കോ. നിന്റെ കയ്യിൽ വടിയുണ്ടോ? കയ്യെട്, കയ്യെട്. ഓ എടാ, അല്ലെങ്കിൽ നമുക്ക് അതുവരെ ഒന്ന് പോയി നോക്കിയാലാ? ഇനി എന്തെങ്കിലും കണ്ടാലാ? സ്വന്തം കൂട്ടുകാരന്റെ സീൻ കാണാൻ നിനക്ക് നാണുണ്ടോ? ഇല്ല. കിട്ടിയില്ലെങ്കിൽ കണ്ടു മുതലാക്കാം. എന്തായാലും കണ്ടാൽ മതിയായിരുന്നു. അങ്ങോട്ട് ഇവനെ നിന്നിരിക്കുന്നേ. നിനക്ക് എക്സാം അല്ലേ, പെട്ടെന്ന് റെഡി ആവാൻ നോക്ക്. ഇത് നീരജ്, ഇവനജു. നോക്കണ്ട, പിള്ളേരാ. എന്റെ കൂടെയുള്ള എന്റെ പ്രായത്തിലുള്ളവരൊക്കെ പണിക്ക് പോകാൻ തുടങ്ങിയപ്പോ ഞാനിവന്മാരുടെ കൂടെ അങ്ങ് കൂടി. ഇനി ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചോട്ടെ. ഇത്ര ടെൻഷൻ എനിക്ക് നീ എന്തിനാ കത്തും പൊക്കി പിടിച്ചോണ്ട് പോയെ? ഞാൻ ഇന്നലെ രാത്രി തട്ടത്തിമറയത്ത് ഒന്നുകൂടി ഇരുന്ന് കണ്ട്, അപ്പൊ മൂടായി. അതാ. അല്ല, നീ ആ കത്തിൽ എന്തോന്ന് എഴുതിയത്? അതാ, അത് ഞാൻ എഴുതിയ ഒരു കവിതയാ. എന്ത് ക്രിഞ്ചാടാ? ക്രിഞ്ചാ?
ഈ പ്രേമം എന്നൊക്കെ പറയുന്നേ കുറച്ച് ക്രിഞ്ച്, കുറച്ച് ക്ലീശം, ഇതൊക്കെ ഉള്ളത് തന്നെയല്ലേ. ഇതൊന്നുമില്ലെങ്കിൽ എന്ത് പ്രണയം? ആദ്യം ഈ പെണ്ണും പിടക്കൊഴിയില്ലാത്ത ഈ മണ്ടന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. എന്തോ ഒരു തല്ലില്ലായിരിക്കും അല്ലേ? ഞാനാ നിങ്ങളിപ്പോ വിചാരിക്കുന്ന എന്താ? അവൾ എന്നോട് തിരിച്ച് ഇഷ്ടാന്ന് പറഞ്ഞു, ഞാനിപ്പോ അവളെ നോക്കി ചിരിക്കും, അവളെ എന്നെ നോക്കി ചിരിക്കും, ഞങ്ങൾ രണ്ടും ഒന്നാവും എന്നല്ലേ? എന്നാ അത് തന്നെയാ സംഭവിക്കാൻ പോണേ. I love you too. നീ വിരിയും നെഞ്ചിലൊരമ്പിളിയായി, ഞാൻ നുകരും നിൻ പുഞ്ചിരിത്തിൻ കുടമായി, പൊൻ ചിറകിൽ നീ പാറുന്ന പൂവിതളായി, കൺമുനയാൽ നീ തേടും കരിവണ്ടു ഞാൻ. നാം തമ്മിൽ അന്ന് കണ്ടൊരു നേരത്ത്, ചുണ്ടിൽ നിറയുന്നു വരിവണ്ടിൻ മുളലുകൾ, കാതിൽ കുറുകുന്നു കാറ്റിലേതോ കുഴലുമായി, കൂടൊരുക്കി കാത്തിടുന്നിതാ. കാത്തുനിന്നോ മനസ്സിലെ തീൻ പൊഴിഞ്ഞോ, കനവും കൂട്ടിവെച്ചോ, ഇനി ഞാൻ കാത്തിരുന്നോളാം. നീ വരുമോ കൊലുസിന്റെ മാറ്റൊലിയായി, കസവിന്റെ നൂലിഴയായി, മനസ്സിൽ ചേർത്തു വച്ചോളാം. തീരം തേടും പാട്ടായി മൊളിടുവാൻ, ഇതിലേ ഓഹോ കാണാലോകം കണ്ണിൽ കോർത്തിടുവാൻ, വരുമോ ചാരേ നെഞ്ചിലെ ഉൾത്തുടിപ്പായി ഇവളിന്നെന്റെ ഉള്ളിനുള്ളിൽ, കണ്ണിലെ കരിമേഘം കൊണ്ടൊരു പൂമഴ തീർക്കുകയായി, കണ്ടൊരു കാലം തൊട്ടേ കണ്ണിൽ പൂത്തിരി കത്തും പോലെ, ഇന്നും എന്നിട നെഞ്ചിലായി ഞാൻ നിന്നെ പുണരുകയായി. നിന്നെ നിലവള്ളൊരന്തിയിൽ നീന്തി വന്നക്കരെ കൂട്ടി ഞാൻ പോയിടാം, മിന്നും മിഴിയിലെ കണ്ണീരിൻ മുത്തുകൾ ചുംബനം കൊണ്ട് തുടച്ചിടാം, പടുമ്പുഴയിലെ ഓളത്തിൽ തത്തിക്കളിക്കുന്നൊരമ്പൽ പറിച്ചിടാം. ഒരു നീ ചാരേ. എടി നീ ഇന്ന് ഉത്സവത്തിന് വരില്ലേ? ആ ഞാൻ വരും. സെറ്റാക്കാം. ആ അയ്യോ സൂര്യനോട് ചോദിച്ചിട്ടല്ല താമര വിരിയുന്നത്. ഏകലവ്യൻ ദ്രോണ മിഥുനത്തിലെ ശ്രീനിവാസന്റെ ഡയലോഗ് അല്ലേ? ലാലേട്ടന്റെ അല്ലല്ലോ. ശരിയാണല്ലോ, കൊയ്യുന്നു പോയ. സോറി മോളെ, വെറുപ്പാണ്. അനാഥമായ ഇവനിത് അനാഥയായ അധമമായ കറക്റ്റ് ആ വികാരം. ഇത് സ്നേഹമാണ്. ഈ ലോകത്ത് ഒരാളെ സ്നേഹിക്കാൻ ഒരു 90 മക്കളെ ആവശ്യമില്ല, അല്ലേ മോളെ? അതുകൊണ്ട് ഇത് ഇത് സ്വീകരിച്ചാലും. ഇത് ഞാൻ സ്വീകരിക്കാടാ. എന്തോ ഒരു സൗണ്ട് വ്യത്യാസം. ഇനി ഇവളെങ്ങാനും കുറച്ച് റൈറ്റ്. ഇവനെന്തിവിടെ? കാവിലെ ഭഗവതി. സിസ്റ്റർ പ്ലീസ് മൂവ്. താങ്ക് യു. നമുക്കൊരു കോഫി ഡേറ്റിന് പോയാലോ? എന്താ എന്റെ ഡയറി മിൽക്ക് താ.
മോജിറ്റോ മതി. മോജിറ്റോ എങ്കിൽ മോജിറ്റോ. വാ. എവിടെയായിരുന്നു ഇത്രയും കാലം? പപ്സ് വാങ്ങിച്ചിട്ട് പോവാം. അയ്യോ ലേസ് പോരെ. എന്നിൽ മഴവില്ലായി നീ വന്നൊരു നേരമിതാ കണ്ണിൽ നിറയുന്നു നിൻ പുഞ്ചിരി പൂകളും എന്നിൽ അലിയുന്നു നീ മാനത്തോരം വിളിയായി കാറ്റിലാടി ഞാനും ഇന്നിതാ കാത്തുനിന്നോ മനസ്സിലെ തേൻ പൊഴിഞ്ഞോ കനവും കൂട്ടി വെച്ചു ഇനി ഞാൻ കാത്തിരുന്നോളാം നീ വരുമോ കൊലുസിന്റെ മാറ്റൊലിയായി കസവിന്റെ നൂലിഴയായി മനസ്സിൽ ചേർത്തു വെച്ചോളാം ഞാൻ എന്നിട്ട് അവനോട് പറഞ്ഞു നിർത്ത്. അതാരാ? കുട്ടുമാമന്റെ മോനാ. കുട്ടമ്മാവന്റെ മോൻ. മാറടാ. വിട്. എന്താടാ? നീ ഇപ്പൊ ഇതിനെ തല്ലിയ ചേട്ടൻ പട്ടാളത്തിലാ. പട്ടാളം. അവനെ കൊണ്ട് സോറി സാർ. എന്താ പറ്റും മോനെ? ചേച്ചി ഇവൻ ഗോതയിലെ ടോവിനോ ചെയ്യുമ്പോൾ ഒരു മാസ് സീൻ പിടിക്കാൻ നോക്കിയിരുന്നു. പക്ഷേ ഓപ്പോസിറ്റ് ഒരു പട്ടാളക്കാരനായിരുന്നു. അയാൾ അവനെ ശരിക്കും പൊട്ടിച്ച്. ആ മോന്തോന്ന് കാണിച്ചു കൊടുത്തടാ. അല്ലെങ്കിൽ വേണ്ട. ഹായ് വട. ഞാൻ ഇവിടെ ചേച്ചിയുടെ കടയിൽ. എന്തിന്? എഴീഞ്ഞ നീരജ വണ്ടി ഇടറാ. എണ്ണയില്ല. വാ തള്ളാം. പട്ടാളം. കുരുത്തം കെട്ട ചക്കൻ. അയ്യോ അച്ഛൻ. എന്താ എൻ്റെ ഉദ്ദേശം? സ്ഥിരം ക്ലീശ അച്ഛൻ ക്യാരക്ടർ. ഇനി ഒരു നായകന്മാരുടെ അച്ഛനും നായകനോട് ചോദിക്കാത്ത ഒരു ഫ്രഷ് ഡയലോഗും കൂടി ഉണ്ട്. ദേ കണ്ടോ? മൂത്തടുത്ത കുട്ടിയെ പ്രേമിക്കാൻ മാത്രം ആയോ നീ? നിനക്കെന്താ ജോലി? ജോലിയൊന്നും ആയില്ല, ഉടനെ കിട്ടും, നോക്കുന്നുണ്ട്. എന്താ എൻ്റെ വിദ്യാഭ്യാസം? ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അല്ല, സപ്ലൈ ഉണ്ട്. എത്ര എണ്ണം? ഒന്നോ രണ്ട്? രണ്ടോ? 5. അപ്പൊ ജോലിയില്ല, വിദ്യാഭ്യാസവും ഇല്ല. എൻ്റെ മോള് കണ്ടുപിടിച്ച പയ്യൻ കൊള്ളാം. കൊള്ളാം. ഇതെന്താണ്?
മുഖം കൊണ്ട് നിന്ന് മൃദംഗം വായിക്കണം. പോരാഞ്ഞിട്ട് അവളുടെ അച്ഛൻ്റെ ഒരു ഓവർ ആക്ടിങ്ങും. ഇതെല്ലാം കണ്ട് നിങ്ങൾ വിചാരിക്കും അവളുടെ അച്ഛൻ ഈ കല്യാണത്തിന് സമ്മതിക്കില്ല, അവൾ എന്നെ തേക്കും, ഈ കല്യാണം മുടങ്ങും അല്ലേ? എന്നാലേ നമ്മുടെ ഡയറക്ടർ സത്യനന്ദിക്കാട് ഫാനാ. ക്ലൈമാക്സ് ഹാപ്പി എൻഡിങ് ആയിരിക്കും. ദേ കണ്ടോ. എൻ്റെ മോളെ കെട്ടിച്ചെന്നാ നന്നായിട്ട് നോക്കോ നീ. എൻ്റെ മോളെ കെട്ടിച്ചെന്നാ നന്നായിട്ട് നോക്കുമോന്ന്. ആ പൊന്നുപോലെ നോക്കും. എന്നാ കേട്ടോ. ഓക്കെ അച്ഛാ. അച്ഛനോ? ആരുടെ അച്ഛൻ? മാമ. മാമനോ? ലച്ച. ലച്ച. വിട്ടോ വിട്ടോ. അളിയ. എന്നാലും നീ ഇതെങ്ങനെ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിച്ചടി? നീ എനിക്ക് വേണ്ടി കൈയൊക്കെ മുറിച്ച അയ്യടാ. അതും ഡായിപ്പായിരുന്നല്ലേ. എന്നാലും നിന്റെ അച്ഛൻ തരും മണ്ടനടി. ഈ 2 രൂപയുടെ ബാൻഡേജ് കണ്ടിട്ടാ ജോലിക്ക് പോത്ത് എനിക്ക് കെട്ടിച്ചേരുന്നു. അച്ഛനും വല്ലതും പറഞ്ഞോണ്ടല്ലോ. അതൊക്കെ വിടും. ഇപ്പൊ എന്തായാലും കാര്യം നടന്നല്ല. ഒരു ഹഗ് താടി. സംഭവം എനിക്ക് ശരിക്കും ഇവളോട് പണ്ടത്തെ പോലെ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഇവളുടെ അച്ഛന് പൂത്ത കാശ, പോരാഞ്ഞിട്ട് അണ്ടി ബിസിനസ്സും, ഐ മീൻ കാഷ്യൂനെറ്റ്. ഇനി എനിക്ക് പണിക്ക് പോയില്ലെങ്കിലും ഇവളുടെ പൈസക്ക് സുഖമായിട്ട് ജീവിക്കാം. നീ ആരോടാ സംസാരിച്ചേ? ശരി, എന്നാ പിന്നെ ഞാൻ പൊക്കോട്ടെ. പൊക്കോ. സംഭവം അവൻ പറഞ്ഞൊന്നും എനിക്ക് കേൾക്കാനിട്ടല്ല. ആളുടെ പണേലും എനിക്കിഷ്ടം. ഇനിയിപ്പോ നമ്മുടെ കഥ ആയിരിക്കും അല്ലേ? അതൊക്കെ സെക്കൻഡ് പാർട്ടി. നീ ഇപ്പൊ ഇത് കഴിക്കും ബേബി. നിങ്ങളിപ്പോ വിചാരിക്കും ഇതിന് സെക്കൻഡ് പാർട്ട് വരുമെന്ന്. നോക്കിയിരിക്കത്തേ ഉള്ളൂ. കമ്മിങ് സൂൺ. ഐമാ കാത്തു നിന്നോ മനസ്സിലെ തേൻ പൊഴിഞ്ഞോ